അപ്പം നമുക്കിന്നൊരു അടിപൊളി ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കി നോക്കിയാലോ. ചോറിൻ്റെ കൂടെ ഈ ക്യാരറ്റ് അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതാ ക്യാരറ്റ് അച്ചാറിന് നമ്മൾ ആവശ്യത്തിനുള്ള ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളുത്തുള്ളി വേണം, പിന്നെ പച്ചമുളക് നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് മാത്രം ഇഞ്ചിയും വേണം കേട്ടോ. അപ്പോൾ അതാ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പെട്ടെന്നൊരു ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കിയെടുക്കാവേ. അതിന് വേണ്ടിയിട്ട് നല്ല ചുവട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അച്ചാറൊക്കെ എപ്പോഴും നല്ലെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത് നല്ലത്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഇതേ നമ്മുടെ ക്യാരറ്റ് ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കായം നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഇവിടെ ഞാൻ കായത്തിൻ്റെ പൊടിയല്ല കേട്ടോ ഉപയോഗിക്കാറ്. ഇവിടെ നമ്മൾ കായത്തിൻ്റെ കട്ട ഇങ്ങനെ വാങ്ങിച്ചിട്ട് വറുത്തിട്ട് പൊടിച്ചെടുക്കുവാണേ. അത് മൂത്ത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇടണേ. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാവേ. ഇഞ്ചി നമ്മൾ ഇതിലേക്ക് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളേ. ഇഞ്ചി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാ അതും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാവേ. ഇനി അതിലേക്ക് നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകിൻ്റെ പുറകെ തന്നെ നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവയും കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ആ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവേ. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ അച്ചാർ പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. തീ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇപ്പം നമ്മൾ വെളുത്തുള്ളി ചേർത്തു, നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പച്ചമുളക് ചേർത്തു, പിന്നെ ഇതാ നമ്മുടെ ക്യാരറ്റ് നല്ല വറുത്ത് വെച്ചേക്കുന്ന ചേർത്തിട്ടുണ്ട്. ഇതുകൂടി ആകുമ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണേ. ഉലുവാപ്പൊടിയുടെ ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കായത്തിൻ്റെ പൊടിയാട്ടോ. അച്ചാർ പൊടിയിൽ ഓൾറെഡി കായം ഉണ്ടെങ്കിലും കുറച്ചുകൂടി എക്സ്ട്രാ ചേർക്കുന്ന അതിനൊരു ഫ്ലേവർ കൂടും. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഉപ്പും എരിവും എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവണം കേട്ടോ എല്ലായിടത്തും. ഇനി അതിലേക്ക് വളരെ കുറച്ച് മാത്രം നമ്മൾ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പുളിക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി വിനാഗിരി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചൂടുവെള്ളമാണേ. ഇപ്പോഴും നമ്മുടെ ഫ്ലെയിം ഓഫാട്ടോ. അപ്പം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചുകൂടി ലിക്വിഡായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്തതായതുകൊണ്ടാട്ടോ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി അച്ചാറാട്ടോ. ക്യാരറ്റൊന്നും ഇഷ്ടമില്ലാത്തവർ വരെ ഈ അച്ചാർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിച്ചോളും. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു അച്ചാറാട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ക്യാരറ്റ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചാനലിൽ ഞാനൊരു മാംഗോ പിക്കിളിൻ്റെ റെസിപ്പിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി എന്നാൽ താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. ഞാനിതിൻ്റെ എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ, കടുക് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് അച്ചാർ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നിങ്ങൾ ഈ ക്യാരറ്റ് അച്ചാർ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.